എടി, നീ ഇങ്ങനെ കരയല്ലേ? ക്ലാസ്സിൽ കയറാതെ കോളേജ് ഗ്രൗണ്ടിൽ പോയിരുന്ന് കരയുന്ന നവ്യക്കരികിൽ വന്നിരുന്നു കൊണ്ട് അന്ന പറഞ്ഞു. ആയുഷ് സാറിന് വേറൊരു ഇഷ്ടമുണ്ടെന്ന് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലടി. ഞാൻ സാറിനെ എന്തോരം സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്കറിയോ? കണ്ണീർ തുടച്ചുകൊണ്ട് തേങ്ങലോടെ നവ്യ പറഞ്ഞു. എടി, നിന്റെ സങ്കടം എനിക്ക് മനസ്സിലാവും. ചിലപ്പോൾ നീ സാറിൻ്റെ പിന്നാലെ നടക്കുന്നത് നിർത്താൻ വേണ്ടി പുള്ളി കള്ളം പറഞ്ഞതായിരിക്കൂടി. അറിയില്ല. എന്തായാലും ഞാൻ ഇനി സാറിനെ ശല്യം ചെയ്യാൻ ചെല്ലില്ല. സാറി പറഞ്ഞത് കള്ളമാണെങ്കിൽ അതെന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടായിരിക്കില്ലേ? തേങ്ങലോടെ അവൾ ചോദിക്കുമ്പോൾ അന്ന മറുപടിയൊന്നും പറഞ്ഞില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് കള്ളമല്ലെന്ന് ഞാൻ എന്തായാലും സാറിനെ ബോധ്യപ്പെടുത്തും. ഇതെൻ്റെ വാശിയാണെന്നും പറഞ്ഞ് കവളിലൂടെ ഒഴുകുന്ന കണ്ണുനീർ തുടച്ച് നവ്യ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ട് പുറത്തേക്കിറങ്ങിപ്പോയി. പിറ്റേ ദിവസം രാവിലെ തന്നെ നവ്യ കോളേജിലെത്തി. തൻ്റെ ബാഗിൽ നിന്നും ഫോൺ എടുത്തുകൊണ്ട് അവൾ കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പഴയ കെട്ടിടത്തിലേക്ക് നടന്നു. ടിനിയും സുഹൃത്തുക്കളായ മറ്റു ചില പെൺകുട്ടികളും കൂടി എന്തോ പൊടി മൂക്കിലേക്ക് വലിച്ചു കയറ്റുന്ന ദൃശ്യങ്ങൾ നവ്യ ഫോണിൽ പകർത്തി. ശേഷം വേഗം തന്നെ അവിടുന്ന് നേരെ എച്ച്.ഒ.ഡിയുടെ മുറിയിലേക്ക് പോയി ആ ദൃശ്യങ്ങൾ എച്ച്.ഒ.ഡിയെ കാണിച്ചു കൊടുത്തു. ഗുഡ് ജോബ് നവ്യ. നമ്മുടെ കോളേജിൽ ആരൊക്കെയോ ഇത് ഉപയോഗിക്കുന്നുണ്ടെന്ന ന്യൂസ് ഞാനും അറിഞ്ഞു. എന്തായാലും ഇവരെ ഉടനെ തന്നെ സസ്പെൻഡ് ചെയ്യാം. ഒപ്പം ഈ കാര്യം നമുക്ക് പോലീസിൽ അറിയിക്കാം. എച്ച്.ഒ.ഡിക്ക് അവളോട് മതിപ്പ് തോന്നി. വൈകാതെ ലഹരി ഉപയോഗിക്കുന്ന കാരണത്താൽ ആ കുട്ടികളെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ലഹരിയുമായി ബന്ധപ്പെട്ട കേസിൽ അവരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. നവ്യയാണ് അവരെ കണ്ടുപിടിച്ച് എച്ച്.ഒ.ഡിയെ അറിയിച്ചതെന്ന വാർത്ത കോളേജ് മുഴുവൻ പാട്ടായി. അതോടെ കോളേജിൽ നവ്യയ്ക്ക് ഫാൻസ് കൂടി. സർ, എൻ്റെ അസൈൻമെൻറ്റ്. ഒരു ദിവസം രാവിലെ തൻ്റെ അസൈൻമെൻറ്റ് ആയുഷിൻ്റെ ടേബിളിൽ കൊണ്ട് വെച്ചുകൊണ്ട് നവ്യ പറഞ്ഞു. ബാക്കിയുള്ളവരോടും അസൈൻമെൻറ്റ് വേഗം സബ്മിറ്റ് ചെയ്യാൻ പറയണം. എപ്പോഴത്തെയും പോലെ ഗൗരവത്തിൽ ആയുഷ് പറഞ്ഞതും ശരി സാറെന്ന് പറഞ്ഞ് അവൾ സ്റ്റാഫ് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ അവളെ തന്നെ ആയുഷ് നോക്കിയിരുന്നു പോയി. വല്ലാത്തൊരു മാറ്റമാണ് കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് നവ്യയിലുണ്ടായത്. പണ്ടത്തെ പോലെ ചിരിയും കളിയും ഇപ്പോഴില്ല. നേരത്തെ ആവശ്യമുള്ള കാര്യത്തിനും ഇല്ലാത്തതിനും വെറുതെ സംശയം ചോദിക്കാൻ തന്നെ ഫോണിൽ വിളിച്ച പെണ്ണിൻ്റെ ഫോൺ കോളും മെസ്സേജുകളും ഒന്നും ഇപ്പോൾ വരാറില്ല. ക്ലാസ്സിലും ഒരു മൂലയിൽ സൈലൻ്റായിട്ടാണ് അവൾ ഇരിക്കുന്നത്. പക്ഷെ പരീക്ഷയ്ക്കൊക്കെ നല്ല മാർക്ക് വാങ്ങുന്നുണ്ട്. ഇപ്പോഴും നവ്യയാണ് ക്ലാസ് ടോപ്പർ. ആ സമയം അടുത്ത ബെൽ മുഴങ്ങിയതും ആയുഷ് തൻ്റെ ഹാൻഡ് ബുക്ക് എടുത്തുകൊണ്ട് നവ്യയുടെ ക്ലാസ്സിലേക്ക് നടന്നു. ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച നവ്യയുടെ മുമ്പിൽ ഹരി എന്നു പേരുള്ള പയ്യൻ മുട്ടുകുത്തിയിരുന്ന് അവളുടെ നേർക്ക് പ്രപ്പോസ് ചെയ്യുന്നതാണ്. സേ യെസ് നവ്യ. ചുറ്റും കൂടി നിൽക്കുന്ന കുട്ടികൾ കൈകൾ കുട്ടി അവളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും ഉറക്കെ പറയുകയാണ്. എന്തുകൊണ്ടാണെന്നറിയില്ല, ആ കാഴ്ച കണ്ടതും വല്ലാത്തൊരു ദേഷ്യമായിരുന്നു ആയുഷിന്. സ്റ്റോപ്പ് ഇറ്റ്. നീയൊക്കെ ഇവിടെ വരുന്നത് പഠിക്കാനാണോ അതോ പ്രേമിക്കാനാണോ? അലർച്ചയോടെ ചോദിച്ചുകൊണ്ട് ആയുഷ് ക്ലാസ്സിലേക്ക് കയറി. ആയുഷിൻ്റെ ശബ്ദം കേട്ടതും പേടിയോടെ ബാക്കി കുട്ടികൾ അവരവരുടെ സീറ്റിലേക്കിരുന്നു. ആയുഷിനെ പേടിയോടെ ഒന്ന് നോക്കിയ ശേഷം നവ്യയും അവളുടെ സീറ്റിലിരുന്നു. ചെറിയൊരു ചമ്മലോടെ ആയുഷിനെ നോക്കി ചിരിച്ചുകൊണ്ട് ഹരിയും അവൻ്റെ സീറ്റിൽ പോയിരുന്നു. ദേഷ്യത്തോടെ ഹരിയെ നോക്കിയ ശേഷം പ്ലാറ്റ്ഫോമിലേക്ക് കയറി നിന്നുകൊണ്ട് ആയുഷ് ക്ലാസ് എടുക്കാൻ തുടങ്ങി. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ കണ്ണുകൾ ഹരിയെ നവ്യയും തേടി പോകുന്നുണ്ടായിരുന്നു. ഹരിയുടെ ശ്രദ്ധ തൻ്റെ ക്ലാസ്സിലല്ല നവ്യയിലാണെന്ന് കണ്ടതും ദേഷ്യത്തോടെ ടേബിളിലിരുന്നൊരു ചോക്കെടുത്ത് ആയുഷ് ഹരിയുടെ മുഖത്തേക്ക് എറിഞ്ഞതും ഞെട്ടലോടെ ഹരി ആയുഷിനെ നോക്കി. നീ ഇവിടെ ഇരിക്കുന്നത് എൻ്റെ ക്ലാസ് കേൾക്കാനാണോ അതോ ഇവളെ നോക്കാനാണോ? ദേഷ്യത്തോടെ ആയുഷ് ചോദിച്ചു. അത് പിന്നെ സാർ. ഹരി എന്തെങ്കിലും പറഞ്ഞു തീരും മുമ്പ് ആയുഷ് അവനെ ഗെറ്റ് ഔട്ട് അടിച്ചു. ഒപ്പം ഇപ്പോൾ പഠിപ്പിച്ച കാര്യങ്ങൾ ലഞ്ച് ബ്രേക്കിന് തന്നെ വന്ന് പറഞ്ഞു കേൾപ്പിക്കണമെന്നും പറഞ്ഞു. പട്ടിയൊട്ട് പോലെ തിന്നത്തുമില്ല, പശുവിനൊട്ട് തീറ്റിക്കത്തുമില്ല. ആയുഷിൻ്റെ പെരുമാറ്റം കണ്ട് അന്ന മന്ത്രിച്ചു. നവ്യ ഒന്ന് ഫിസിക്സ് ലാബിലേക്ക് വന്നേ. ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങാൻ നേരം ആയുഷ് പറയുമ്പോൾ അന്ന നവ്യയെ സംശയത്തോടെ ഒന്ന് നോക്കി. നോക്കിയ റെക്കോർഡ്സ് തിരികെ തരാനായിരിക്കും. നീ ബസ് സ്റ്റോപ്പിലേക്ക് പോയിക്കോളൂ, ഞാൻ വന്നേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഫിസിക്സ് ലാബിലേക്ക് പോയി. ആയുഷ് മാത്രമേ ആ സമയം ലാബിലുണ്ടായിരുന്നുള്ളൂ. എന്താ തൻ്റെ ഉദ്ദേശം? തൻ്റെ ടേബിളിന് മുമ്പിൽ വന്ന് നിന്ന് നവ്യയെ നോക്കി ആയുഷ് ചോദിച്ചു. എന്താ സർ, മനസ്സിലായില്ല? സംശയത്തോടെ നവ്യ അവനെ നോക്കി. ഹരി തന്നെ നോക്കുമ്പോൾ ഇടയ്ക്ക് താനും അവനെ നോക്കുന്നുണ്ടായിരുന്നു.
എൻ്റെ ക്ലാസ്സിലിരിക്കുമ്പോൾ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചുകൊണ്ട് വേണം ഇരിക്കാൻ, അല്ലാതെ കണ്ട ആമ്പിള്ളേരുടെ മുഖത്ത് നോക്കിക്കൊണ്ടല്ല. ആയുഷ് ദേഷ്യത്തോടെ പറഞ്ഞു. അത് ഞാൻ പേന ചോദിക്കാൻ വേണ്ടി നോക്കിയതാ. എൻ്റെ കയ്യിൽ അവൻ്റെ പേനയുണ്ടായിരുന്നു. നിർവികാരതയോടെ നവ്യ പറഞ്ഞു. താനെന്തിനാ തൻ്റെ പേന അവനൊക്കെ കൊടുക്കുന്നേ? ഇനി മേലി കൊടുത്തു പോകരുത്. ദേഷ്യത്തോടെ ആയുഷ് പറഞ്ഞു. ഒരു പേന കൊടുത്തതിന് ഇപ്പോൾ എന്താ സാർ പ്രശ്നം? ഹരി എൻ്റെ ഫ്രണ്ടാണ്. ഞാൻ ഇനിയും പേനയും പെൻസിലും ബുക്കും ഒക്കെ അവന് കൊടുക്കും. സാർ ആവശ്യമില്ലാതെ എൻ്റെ പേഴ്സണൽ കാര്യങ്ങളിലൊന്നും ഇടപെടാൻ വരണ്ട. ഞാൻ എന്ത് ചെയ്യണം ചെയ്യേണ്ടെന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. നവ്യ മറുപടി നൽകി. തന്നെ പ്രൊപ്പോസ് ചെയ്തിട്ടും അവനോട് തനിക്കൊരു ദേഷ്യവും തോന്നില്ലേ? ആയുഷ് വീണ്ടും ദേഷ്യത്തോടെ അവളെ നോക്കി. അവൻ്റെ മനസ്സിലുള്ള ഒരു കാര്യം അവൻ എന്നോട് പറഞ്ഞു. അതിന് ഞാനെന്തിനാ ദേഷ്യപ്പെടുന്നത്? അവൾ ചോദിക്കുമ്പോൾ ഉള്ളിൽ തികട്ടി വന്ന ദേഷ്യം ആയുഷ് മുഷ്ടി ചുരുട്ടി പല്ല് കടിച്ചു നിയന്ത്രിച്ചു. എന്തുകൊണ്ടാണ് തനിക്കിത്ര ദേഷ്യം അനുഭവപ്പെടുന്നതെന്ന് ആയുഷിനും പിടികിട്ടിയില്ല. അതിനർത്ഥം തനിക്ക് അവനോട് ഇഷ്ടമുണ്ടെന്നാണോ? ആയുഷ് ദേഷ്യത്തോട് ചോദിച്ചു. അതെൻ്റെ പേഴ്സണൽ കാര്യമാണ് സർ. സാർ അന്വേഷിക്കേണ്ട കാര്യമില്ല എന്നു പറഞ്ഞ് അവിടെ നിന്നും പോകാൻ പോയവൾ എന്തോ ആലോചിച്ച ശേഷം തിരികെ വന്നുകൊണ്ട് ആയുഷിനെ നോക്കി പറഞ്ഞു. സാറിൻ്റെ പിന്നാലെ നടന്ന് ഞാൻ ഒരുപാട് ശല്യം ചെയ്തിട്ടുണ്ടെന്നറിയാം. അത് തെറ്റായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. ഐ എം സോറി എന്ന് പറഞ്ഞു തീരുമ്പോൾ ലാബിൻ്റെ വാതിൽപ്പുറത്തു നിന്നും ആരോ പൂട്ടുന്ന ശബ്ദം രണ്ടാളും കേട്ടു. ഇതാരാ വാതിലടിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ എഴുന്നേറ്റ് പോയി വാതിൽ തുറക്കാൻ ഒരു ശ്രമം നടത്തിയെങ്കിലും പരാജയപ്പെട്ടു. നവ്യയെ ആയുഷൊന്ന് പേടിയോടെ നോക്കുമ്പോൾ അവളും വിറച്ചു നിൽക്കുകയാണ്. തൻ്റെ ഫോണെടുത്ത് പ്യൂണിൻ്റെ നമ്പറിലേക്ക് അവൻ വിളിച്ചു. എങ്കിലും പ്യൂൺ എടുത്തില്ല. തൻ്റെ ഫോണും തന്നെ. ആയുഷ് അവളെ നോക്കി. എൻ്റെ ഫോൺ ക്ലാസ് റൂമിലാണ് അവൾ പേടിയോടെ പറഞ്ഞതും ആയുഷ് തൻ്റെ ഫോണിലേക്ക് നോക്കി. 0% ചാർജുള്ളൂ. ഫോൺ ഇപ്പോൾ ഓഫ് ആവുന്ന അവസ്ഥയിലാണ്. ഫോൺ ഓഫാവും മുന്നേ ലാബ് ഇൻസ്ട്രക്ടറുടെ നമ്പറിലേക്ക് താൻ ലാബിൽ കുടുങ്ങിപ്പോയിരിക്കുവാണ്. ഫോണിന് ചാർജില്ല, എത്രയും വേഗം വന്ന് തുറന്നു തരണമെന്ന് പറഞ്ഞ് ആയുഷ് ഒരു വോയിസ് മെസ്സേജ് അയച്ചിരുന്നു. ഭാഗ്യത്തിന് ഫോൺ ആവും മുന്നേ ആ മെസ്സേജ് സെൻഡായി. ആ സമയം വാതിലിൻ്റെ ഏതൊക്കെയോ വശത്തു നിന്നും നവ്യ അത് തുറക്കാനുള്ള ശ്രമത്തിലായിരുന്നു. അവളുടെ പ്രവൃത്തി കണ്ട് ആയുഷിനാണ് ചിരിയും വരുന്നുണ്ട്. അത് തന്നെ കൊണ്ടൊന്നും തുറക്കാൻ പറ്റില്ല. ചിരിച്ചാൽ നവ്യ എന്നിട്ട് തലയിൽ കയറി നിരങ്ങുമെന്ന് ചിന്തിച്ചുകൊണ്ട് കുറച്ച് ഗൗരവം നടിച്ചാണ് ആയുഷ് സംസാരിച്ചത്. ആ സമയം പുറത്ത് മഴ പെയ്യാൻ തുടങ്ങിയത് ഇരുവരും അറിഞ്ഞിരുന്നു. മറുപടി ഒന്നും പറയാതെ നിരാശയോടെ ആയുഷ് ഇരുന്ന ബെഞ്ചിന് മറ്റൊരു അറ്റത്തായി നവ്യ ഇരുന്നു. ദൈവമേ, കറണ്ട് പോവാതിരുന്നാൽ മതിയായിരുന്നു എന്ന് നവ്യ മന്ത്രിച്ചതും അവിടെ ഉണ്ടായിരുന്ന ലൈറ്റുകൾ ഓഫായി. ഇരുട്ട് നവ്യയ്ക്ക് പേടിയാണെങ്കിലും ആ ഭയം അവൾ പുറത്തേ കാണിച്ചില്ല. പക്ഷെ കാതടിച്ചു പോകുന്ന ശബ്ദത്തിലൊരു ഇടിവെട്ടിയതും പേടിയോടെ നവ്യ ആയുഷിനടുത്തേക്ക് നീങ്ങിയിരുന്നു. തനിക്ക് ഇടിവെട്ടും മിന്നലുമൊക്കെ പേടിയാണോ? അരണ്ട വെളിച്ചത്തിൽ കാണുന്ന നവ്യയുടെ മുഖത്ത് വല്ലാത്തൊരു ഭയം നിറയുന്നത് ആയുഷ് അറിഞ്ഞു. പേടിയൊന്നുമില്ല. കുറച്ച് ധൈര്യത്തോടെ മുഖം കുനിച്ചുകൊണ്ട് നവ്യ പറയുമ്പോൾ ശക്തമായൊരു മിന്നലോടെ വീണ്ടും ഇടിമുഴങ്ങിയതും കരഞ്ഞുകൊണ്ട് ആയുഷിനെ മുറുക്കി അവൾ പുണർന്നിരുന്നു. നവ്യ മെല്ലെ ആയുഷ് വിളിക്കുമ്പോൾ അവൻ്റെ ശരീരത്തിലൂടെ വൈദ്യുതി തരംഗങ്ങൾ കടന്നു പോകുന്നത് പോലെയാണ് അവൻ അനുഭവപ്പെട്ടത്. ശ്വാസം എടുക്കാൻ തന്നെ വല്ലാത്തൊരു പ്രയാസം ആയുഷിന് തോന്നി. എനിക്ക് ഇടിയും മിന്നലും പേടിയ സാറേ. കണ്ണുകൾ ഇറുക്കിയടച്ച് പറയുന്നവൾ ഇപ്പോൾ കരയുമെന്ന അവസ്ഥയിലായി. പേടിക്കണ്ട. അവളെ ചേർത്ത് പിടിക്കുമ്പോൾ ആ മുഖമാകെ ആയുഷിൻ്റെ കണ്ണുകൾ ഓടി നടന്നു. ഏറെ നാളുകളായി ഉള്ളിൽ ഒതുക്കിയൊരു പ്രണയം ആ നിമിഷം അവൻ്റെ കണ്ണുകളിൽ പ്രത്യക്ഷമായി. ക്ലാസ്സിൽ എല്ലാവരെയും കാണും പോലെയാണ് ആദ്യ നാളുകളിൽ നവ്യയെയും ആയുഷ് കണ്ടത്. പക്ഷേ തന്നോട് ഇങ്ങോട്ട് വന്ന് ഇഷ്ടം പറഞ്ഞ നിമിഷം എന്തോ ഒരിഷ്ടം അവനും നവ്യയോട് തോന്നി തുടങ്ങി. ആയുഷിൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾ അവനെ ഇഷ്ടമാണെന്ന് വന്ന് പറയുന്നത്. എന്നാൽ ഇപ്പോൾ തൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞാൽ അത് അവളുടെ പഠിത്തത്തിലുള്ള ശ്രദ്ധ നഷ്ടപ്പെടുത്തും എന്ന ചിന്ത കൊണ്ടാണ് ഇഷ്ടം ഉള്ളിലൊതുക്കാൻ ആയുഷ് തീരുമാനിച്ചത്. അന്ന് ആ പെൺകുട്ടികളെപ്പറ്റി നവ്യ വന്ന് പറഞ്ഞപ്പോൾ ദേഷ്യപ്പെട്ടതും ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിൽ പോയി നവ്യ ചാടാതിരിക്കുവാനാണ്. ഒപ്പം തന്നെ വെറുക്കാൻ വേണ്ടിയും. അവളേക്കാൾ 10 വയസ്സ് മൂത്തതാണ് ആയുഷ്.
അവളുടെ വീട്ടിലെ പോലത്തെ സാമ്പത്തിക ശേഷിയൊന്നും ആയുഷിൻ്റെ വീട്ടിലില്ല. ആകെയുള്ള വരുമാനം ആയുഷിൻ്റെ സാലറിയാണ്. തന്നെ നവ്യ വിവാഹം ചെയ്താൽ ഒരിക്കലും അവൾക്ക് നല്ലൊരു ജീവിതം നൽകാൻ സാധിക്കില്ല എന്നാണ് ആയുഷ് ചിന്തിക്കുന്നത്. കടബാധ്യതകൾ അത്രയേറെയുണ്ട്. ഒപ്പം രോഗികളായ അച്ഛനും അമ്മയും. അതുകൊണ്ടൊരു വിവാഹ ജീവിതത്തെപ്പറ്റി ആയുഷിന് ചിന്തിക്കാൻ കൂടി സാധിക്കുന്നില്ല. പക്ഷെ കുറച്ചു മുന്നേ രാഹുൽ നവ്യയെ പ്രൊപ്പോസ് ചെയ്ത നിമിഷം വല്ലാത്തൊരു ദേഷ്യവും സങ്കടവും അവൻ അനുഭവപ്പെട്ടു. ഉള്ളിലെ കുശുമ്പും അസൂയയും അവൻ ഒളിപ്പിക്കാൻ സാധിക്കാത്ത അവസ്ഥ. ഇടിമുഴക്കം കുറഞ്ഞോന്ന് തോന്നിയതും നവ്യ അവനിൽ നിന്ന് അകന്നു മാറാൻ ശ്രമിക്കുമ്പോൾ അവളുടെ ഇടുപ്പിൽ ആയുഷിൻ്റെ ഇടതുകൈ മുറുകി. സർ, സംശയത്തോടെ ആയുഷിനെ അവൾ വിളിക്കുമ്പോൾ ആയുഷിൻ്റെ വിരൽ നവ്യയുടെ കവിളുകളെ ഒന്ന് തലോടി. എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ മുന്നേ അവളുടെ അധരങ്ങളിൽ അവൻ തലോടാൻ തുടങ്ങിയതും നവ്യയുടെ ശരീരം അടിമുടി വിറച്ചു. പതിയെ ആയുഷിൻ്റെ ചുണ്ടുകൾ നവ്യയുടെ അധരങ്ങളിൽ പതിയുമ്പോൾ ആ നിമിഷം ആസ്വദിച്ചുകൊണ്ട് ഇരു കണ്ണുകളും നവ്യ ഇറുക്കി അടച്ചു. അവളുടെ കൈകൾ ആയുഷിൻ്റെ തോളിലും മുടിയിലും മുറുകി. ഞാൻ കമ്മിറ്റഡാണ്. അവളുടെ കീഴ്ചുണ്ടുകൾ ആയുഷ് നുണയുമ്പോൾ ഒരിക്കൽ ആയുഷ് തന്നോട് പറഞ്ഞ കാര്യങ്ങൾ അവളുടെ മനസ്സിലേക്ക് കടന്നു വന്നു. പെട്ടെന്ന് തന്നെ നവ്യ ആയുഷിനെ തള്ളി മാറ്റി. ആ നിമിഷമാണ് താൻ എന്താ ചെയ്തത് എന്ന ബോധ്യം ആയുഷിന് വന്നത്. വല്ലാത്തൊരു കുറ്റബോധം ആ നിമിഷം അവനെ പൊതിഞ്ഞു. അത് പിന്നെ ഐ എം സോറി. എന്താ പറയേണ്ടതെന്ന് പോലും അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യം ആയുഷിൻ്റെ ജീവിതത്തിൽ തന്നെ ആദ്യമാണ്. സാറ് കമ്മിറ്റഡ് അല്ലേ? എന്നിട്ടാണോ? ആയുഷ് സ്നേഹിക്കുന്ന പെൺകുട്ടിയോട് താനും എന്തോ തെറ്റ് ചെയ്തുവെന്ന് നവ്യയ്ക്കും തോന്നി. സ്വയം ഒരു വെറുപ്പ് അവൾക്ക് തോന്നിത്തുടങ്ങിയ നിമിഷം ആയുഷ് പറഞ്ഞു, ഞാൻ കമ്മിറ്റഡ് അല്ല. താൻ്റെ പിന്നാലെ നടക്കുന്നത് തടയാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു കള്ളം പറഞ്ഞത്. കള്ളമായിരുന്നോ എന്ന് മന്ത്രിക്കുമ്പോൾ ഹൃദയം മുറിഞ്ഞു പോകുന്നൊരു വേദന നവ്യയ്ക്ക് അനുഭവപ്പെട്ടു. എൻ്റെ ഇഷ്ടം ഒരു ശല്യമായതുകൊണ്ടാവില്ല ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞത് എന്ന ചിന്തകളാണ് അവളുടെ മനസ്സിൽ ആ നിമിഷം നിറഞ്ഞത്. ഒന്നും പറയണ്ടായിരുന്നു, ഒന്നും വേണ്ടായിരുന്നു. സാറിൻ്റെ മനസ്സ് മുഴുവനും ഇപ്പോൾ എന്നോട് വെറുപ്പായിരിക്കും. സ്വയം പറയുമ്പോൾ നവ്യയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ആരോ വാതിൽ തുറക്കുന്ന സമയം ഞെട്ടലോടെ രണ്ടാളും എഴുന്നേറ്റു. ആയുഷ് നേരെ പുറത്തേക്ക് നടക്കുമ്പോൾ കണ്ണുകളൊന്ന് അമർത്തി തുടച്ചുകൊണ്ട് നവ്യയും പിന്നാലെ ചെന്നു. സോറി സാർ, നിങ്ങൾ ഇവിടെ ഉണ്ടെന്നറിയാതെയാ ഡോർ ലോക്ക് ചെയ്തേ. ഞാനിപ്പോഴാ രാജീവ് സാറിൻ്റെ മെസ്സേജ് കണ്ടത്. വാതി തുറന്ന പിയൂണാണ് പറഞ്ഞത്. പിന്നെ ചേട്ടാ, ഈ കുട്ടിയുടെ ബാഗ് ക്ലാസ് റൂമിലാണ്. ക്ലാസ് റൂം കൂടി ഒന്ന് തുറന്നു കൊടുത്തേക്ക്. കുറച്ച് ഗൗരവത്തോടെ പറഞ്ഞുകൊണ്ട് ആയുഷ് തൻ്റെ സാധനങ്ങൾ എടുക്കുവാനേ സ്റ്റാഫ് റൂമിലേക്ക് നടന്നു. സ്റ്റാഫ് റൂമിലെത്തിയ ആയുഷ് കുറ്റബോധത്തോടെയാണ് കസേരയിലേക്ക് ഇരുന്നത്. എങ്കിലും കഴിഞ്ഞുപോയ നിമിഷങ്ങൾ ഓർത്തപ്പോൾ ചെറിയൊരു പുഞ്ചിരി അവൻ്റെ ചുണ്ടുകളിലും വരുന്നുണ്ടായിരുന്നു. പക്ഷേ തൻ്റെ പ്രാരാബ്ധം നിറഞ്ഞ ജീവിതത്തിലേക്ക് അവളെ കൂട്ടാൻ അവൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല. തൻ്റെ ബാഗും വണ്ടിയുടെ താക്കോലും എടുത്തുകൊണ്ട് സ്റ്റാഫ് റൂമിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വാച്ചിൽ സമയം ഒന്ന് ആയുഷ് നോക്കിയിരുന്നു. 7 മണി കഴിഞ്ഞിരിക്കുന്നു. ഒരുപാട് ലേറ്റായല്ലോ. അവളെങ്ങനെ വീട്ടിലേക്ക് പോകും എന്ന് മന്ത്രിച്ചുകൊണ്ട് അവളുടെ ക്ലാസ്സിലേക്ക് ഒന്നുപോയി ആയുഷ് നോക്കി. പക്ഷേ അവിടെ അവനെ കാണാൻ സാധിച്ചില്ല. കാറുമായി റോഡിലേക്ക് കയറിയപ്പോഴാണ് ബസ് സ്റ്റോപ്പിൽ എന്തോ ആലോചനയോടെ നവ്യ ഇരിക്കുന്നത് കണ്ടത്. നവ്യ, കയറിക്കോ, ഞാൻ കൊണ്ടാക്കിത്തരാം. അവളുടെ മുമ്പിൽ കൊണ്ട് കാർ നിർത്തിയ ശേഷം ചില്ലുകൾ താഴ്ത്തിക്കൊണ്ട് ആയുഷ് പറഞ്ഞു. അവൻ്റെ ശബ്ദത്തിൽ ഇപ്പോഴും ചെറിയൊരു പരിഭ്രമം നിറഞ്ഞു നിൽപ്പുണ്ട്. വേണ്ട സാർ, എൻ്റെ പപ്പ ഇപ്പോൾ വരും. സ്നേഹം കൊണ്ടൊന്നുമല്ല, ജസ്റ്റ് ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി ആയിരിക്കും ആയുഷ് ഇങ്ങനെ ചോദിച്ചതെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് അവൾ അങ്ങനെ പറഞ്ഞത്. തുടരും.